ഹായ്, ഒരു മാർഷൽ ആർട്സുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. പ്രധാന കാര്യം എന്ന് വെച്ചാൽ അത്രയും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ചില ആളുകൾ ചില ആംഗിളിലൂടെ നോക്കിയാൽ ഇത് അവർക്ക് പ്രധാനപ്പെട്ട കാര്യമായിരിക്കില്ല, പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ നമ്മുടെ ലോകത്തിൽ മദർ ഓഫ് മാർഷൽ ആർട്സ് പറഞ്ഞ സംഭവം കളരിയാണ്. അത് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് എനിക്ക് അറിയില്ലെങ്കിൽ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ കളരി എവിടെ എത്താതെ പോയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഒതുങ്ങി കൂടിയിട്ടുണ്ട്. ഇപ്പം കുംഫു അല്ലെങ്കിൽ കരാട്ട എന്നൊക്കെ പറഞ്ഞാൽ വേൾഡ് വൈഡായിട്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കളരി പോലത്തെ സംഭവങ്ങളൊക്കെ തന്നെ എന്തായിട്ടുണ്ട്, ഇന്ന് ഇപ്പോൾ ഞാനൊക്കെ കുറേ കളരിയൊക്കെ പഠിക്കുമ്പോൾ പല കളരി മാഷന്മാരും ഇല്ലാതായിട്ടുണ്ട്. അവർക്ക് നിർത്തിപ്പോയിട്ട് വേറെ പണിക്ക് പോകുന്നൊരു സ്ഥിതി ആയിട്ടുണ്ട്. ഓരോ കയ്യിൽ മാണിക്കക്കല്ല് ഉണ്ടായിട്ട് അവർ അത് ഇട്ടിട്ട് വേറെ തൊഴിലിൽ ഏർപ്പെടേണ്ട ഒരു സ്ഥിതി ഉണ്ട്. അതിന് പ്രധാന കാരണം എന്താ വെച്ചാൽ കൃത്യമായിട്ട് ഫീസ് ഇവർക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഫീസ് വിദ്യാർത്ഥികൾ കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പല ആളുകളും നമ്മുടെ നാട്ടിൽ പൊതുവേ ഉള്ളൊരു കുറേ ആളുകൾക്കുള്ളൊരു വിചാരം, ഇതൊരു സൈഡ് ആക്ടിവിറ്റി, ഒരു എക്സ്ട്രാ ആക്ടിവിറ്റീസായി കാണുന്നത് കൊണ്ട് ചിലപ്പോൾ ഒരു മാസം ഫീസ് അടിച്ചിട്ട് പോകണ്ട, അല്ലെങ്കിൽ ലേറ്റായിട്ട് അടിക്കാം, അല്ലെങ്കിൽ പിന്നെ അടിക്കാം എന്നുള്ള മൈൻഡിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട്. എന്നെ സംബന്ധിച്ച് നമ്മൾ ക്ലാസ്സിൽ വരുന്ന എല്ലാ വിദ്യാർത്ഥികളെയും നിർബന്ധമായിട്ട് ഫീസ് വാങ്ങും. കാരണം ഫീസ് വാങ്ങിയിട്ടില്ലെങ്കിൽ ക്ലാസ് മുന്നോട്ട് പോകില്ല, നമ്മളെ കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ ക്ലാസ് എടുക്കാനും കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. അപ്പോൾ കൃത്യമായിട്ട് ഫീസ് തരുന്ന വിദ്യാർത്ഥികളുടെ വരെ പഠനം മുടങ്ങും. എന്നാലും കുറേ ആളുകൾ ഫീസ് ഡിലേ ആയിട്ടും നെവർ മൈൻഡാക്കി വിടുന്ന കുറേ ആളുകളുണ്ട്. കുറച്ച് ആളുകൾ അങ്ങനെ ഉണ്ടാവും. പക്ഷെ നമ്മളെല്ലാവരും എല്ലാ മാസം ക്ലിയർ ആയിട്ട് ഫീസ് വാങ്ങിയാലേ നമ്മളെ കാര്യങ്ങൾ നടക്കുള്ളൂ. നമ്മളെ കാര്യങ്ങളല്ല, കൃത്യമായിട്ട് ഇതിന് മെനക്കെട്ട് വരുന്ന, കാര്യമായിട്ട് സീരിയസ് ആയി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളുടെ വരെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളും കറക്റ്റായി ഫീസ് തരേണ്ടതാണ്. അപ്പോൾ നമ്മളെ ക്ലാസ്സിൽ നമ്മളെ ഈ നാട്ടിൽ രാജ്യത്ത് ഈ കളരി എന്നുള്ള സംഭവം അല്ലെങ്കിൽ മാർഷൽ ആർട്സ് എന്നുള്ള സംഭവം ഒക്കെ ഇത് അധികം ആളുകൾ ഇപ്പോൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ്? ഈ ഫീസിൻ്റെ ഈ വിഷയം ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ലോക്ക്ഡൗണിന് ശേഷം കുറേ ഒന്ന് സജീവമായിട്ടുണ്ട് കേട്ടോ. ലോക്ക്ഡൗണിന് ശേഷം, അതിനൊക്കെ മുമ്പേ ഒന്ന് ഭയങ്കരമായിട്ട് ഡൗൺ ആയിരുന്നു ഈ മേഖല, അങ്ങനെ മനസ്സിലാക്കുന്നത്. പിന്നെ നല്ല രീതിയിൽ നടത്തുന്ന വേറെ പല മാഷന്മാരുണ്ട്, പക്ഷേ ഒട്ടുമിക്ക ഞാൻ ഭൂരിപക്ഷ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട സംഭവമാണ് ഈ ഫീസ് വാങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതോ, അല്ലെങ്കിൽ ചില ആളുകൾ ഫീസ് കൊടുക്കുന്നില്ല എന്നുള്ള വിഷയം കൂടെ. അപ്പോൾ ഈ വിദ്യാർത്ഥികളും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഫീസ് എന്നുള്ളത് ആ അധ്യാപകരുടെ അല്ലെങ്കിൽ ആ ഒരു കളരി അല്ലെങ്കിൽ ആ ഡോജോയുടെ മുന്നോട്ട് പോക്കിന് അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള സംഭവമാണ്. ചിലപ്പോൾ ആ ബിൽഡിങ്ങിന് റെൻറ്റ് കൊടുക്കണം, കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, പിന്നെ അധ്യാപകൻ്റെ ജീവിത ചെലവുകൾ, പിന്നെ അവിടെ വേറെ അധ്യാപകന്മാരുടെ എല്ലാവരുടെയും ജീവിത ചെലവുകൾക്ക് ഈ വിദ്യാർത്ഥികളെ ഫീസ് കിട്ടി വേണം ചെയ്യാൻ. അപ്പോൾ ഇത് കൃത്യമായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ആ സ്ഥാപനം അല്ലെങ്കിൽ ആ അധ്യാപകർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. മാത്രമല്ല, ഈ വിദ്യാർത്ഥികൾ ഫീസ് അടിക്കാൻ ഡിലേ ആകുമ്പോൾ ഇവർ ലീവാക്കുമ്പോൾ പിന്നെ മാസം പകുതിയൊക്കെ ആകുമ്പോൾ അടിക്കും. അപ്പോൾ ഇവർക്ക് ഈ ലീവാക്കിയ ദിവസങ്ങളൊക്കെ നഷ്ടമാണ്. ഫുൾ ഫീസ് അടിക്കും വേണം, എന്നാലും 2-3 ദിവസം ലീവ് ആവും ചെയ്യും. അപ്പോൾ പ്രധാനപ്പെട്ടൊരു കാര്യമാണത്. മാർഷൽ ആർട്സ് മേഖലയിലെല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക, അധ്യാപകർ ശ്രദ്ധിക്കുക, അവരുടെ പേരൻസ് ശ്രദ്ധിക്കുക. ഓക്കെ.